अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़ज़ूबि अलैहिम वलद्दाल्लीन। इअलमू अन्नमल हयातुद दुनिया लाइबुन व लहवुन व ज़ीनतुन व तफ़ाख़ुरुन बैनकुम व तकासुरुन फ़िल अम्वालि वल औलाद कमसलि गैसिन अअजबल कुफ़्फ़ारा नबातुहु सुम्मा यहीजु फ़तराहु मुस्फ़र्रन सुम्मा यकूनु हुतामा वफ़िल आख़िरति अज़ाबुन शदीदुन व मग़फ़िरतुन मिनल्लाहि व रिज़वान वमल हयातुद दुनिया इल्ला मताउल गुरूर। इसका तर्जुमा है कि ऐ लोगों जान। ഇതിന്റെ തർജുമ ഇപ്രകാരമാണ്: നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഐഹിക ജീവിതം ഒരു കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ പരസ്പരം വമ്പുനടിക്കലും ധനത്തിലും സന്തതികളിലും പെരുമ കാണിക്കലും മാത്രമാണ്. ഇതൊരു മഴ പോലെയാണ്. അതുമൂലം ഉണ്ടായ സസ്യലതാദികൾ കർഷകരെ ആനന്ദിപ്പിക്കുന്നു, പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ നിനക്കതിന് മഞ്ഞ നിറമുള്ളതായി കാണാം, പിന്നെ അത് ചവറായിത്തീരുന്നു. പരലോകത്ത് നിഷേധികൾക്ക് കഠിനശിക്ഷയും വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവന്റെ സംതൃപ്തിയും ലഭിക്കുന്നതാണ്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവങ്ങൾ മാത്രമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്, എന്നല്ല താക്കീത് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ പ്രത്യക്ഷ ജീവിതവും അതിന്റെ സുഖ സൗകര്യങ്ങളും ഇതിലെ ധനവും സാധന സാമഗ്രികളും എല്ലാം തന്നെ താൽക്കാലിക വസ്തുക്കളാണ്. ഇതിന്റെ സ്ഥാനം കളിതമാശയേക്കാളും നേരം പോക്കിനേക്കാളും ഉപരിയായി ഒന്നും തന്നെയല്ല. അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനും തന്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് അശ്രദ്ധനുമായിരിക്കുന്ന മനുഷ്യൻ ഒരുപക്ഷെ ഭൗതികതയുടെ ഈ കാര്യങ്ങളിലേക്ക് കുനിഞ്ഞെന്നു വരാം.
എന്നാൽ ഉന്നതമായ ലക്ഷ്യം ഉള്ള ഒരു വിശ്വാസി और होने चाहिए। അങ്ങനെയാണ് ആയിരിക്കേണ്ടതും. बहुत बुलंद है। അദ്ദേഹം ഈ കാര്യങ്ങളിൽ നിന്ന് വളരെ ഉന്നതമായ നിലയിലായിരിക്കും, ഉന്നതമായ നിലയിൽ ചിന്തിക്കുന്ന ആളായിരിക്കും. ഉന്നതമായ ലക്ഷ്യവും അള്ളാഹുവിന്റെ സാമീപ്യവും അവന്റെ സ്നേഹവും അന്വേഷിക്കാനായി ശ്രമിക്കുന്നു. നാം ഈ കാലഘട്ടത്തിന്റെ ഇമാമും ഹസ്രത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ച് ആഗതരായ മസീഹെ മഊദിന്റെയും മഹ്ദിയെ മഹൂദിന്റെയും ജമാഅത്തിൽ ചേരുകയും അങ്ങയുടെ ബൈഅത്തിൽ വന്നിരിക്കുന്നു എന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ചിന്ത നിശ്ചയമായും വളരെ അധികം ഉന്നതമായിരിക്കേണ്ടതാണ്. നാം അഹ്മദികൾ എന്ന് പറയപ്പെടുന്നവർ യഥാർത്ഥ അഹ്മദികളായി മാറുന്നത് അപ്പോഴായിരിക്കും എപ്പോഴാണോ നാം താൽക്കാലികവും ഭൗതികവുമായ ആഗ്രഹങ്ങളുടെയും അനുഭൂതികളെയും തങ്ങളുടെ ലക്ഷ്യമാക്കാതിരിക്കുന്നത്. എന്നല്ല, ലോകം ഇന്ന് ഈ ആനന്ദാനുഭൂതികളിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ ചുവടിലും ശൈത്താൻ തന്റെ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അത് ഈ ലോകത്ത് വസിക്കുന്ന ഓരോ വ്യക്തിയെയും തന്നിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലും പരിശ്രമിച്ചുകൊണ്ട് നാം രക്ഷപ്പെടേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യം ഭൗതിക സമ്പത്ത് കരസ്ഥമാക്കുന്നതിനും ഭൗതിക ആനന്ദാനുഭൂതികളിൽ നിന്ന് പ്രയോജനം എടുക്കുക എന്നത് മാത്രം ഒരിക്കലും ആയിരിക്കരുത്. കാരണം ഈ വസ്തുക്കളുടെ പര്യവസാനം നല്ലതല്ല. അള്ളാഹു ഈ ഭൗതിക വസ്തുക്കളുടെ ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു, അത് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളവ് പോലെയാണ്. എന്നാൽ അവസാനം ഉണങ്ങി അത് പൊടിയായിത്തീരുന്നു. ശക്തമായ കാറ്റ് അതിനെ പറപ്പിച്ചു കളയുന്നു. ഇതുപോലെയാണ് ഭൗതികരായ ആളുകളുടെ പര്യവസാനവും. അവരുടെ സമ്പത്തിന്റെ ആധിക്യമോ അവരുടെ ആസ്തിയോ ധനമോ അവർക്ക് യാതൊരു പ്രയോജനവും നൽകുകയില്ല. അവരുടെ മക്കളോ അവർക്ക് പ്രയോജനപ്പെടുകയില്ല. ചിലർ ഈ ലോകത്ത് വെച്ച് തന്നെ തങ്ങളുടെ ധനത്താലും മക്കളാലും പുറന്തള്ളപ്പെട്ടവരായിത്തീരുന്നു. അഥവാ ആരുടെയെങ്കിലും പ്രത്യക്ഷമായ പര്യവസാനം ഭൗതികമായ നിലയിൽ നല്ലതായി തോന്നുന്നുവെങ്കിലും പരലോകത്ത് അവർക്കുണ്ടാകുന്ന കണക്കെടുപ്പുകൾ അത് കേവലം ഭൗതിക കളിതമാശകളിൽ മാത്രം മുഴുകിയതുകൊണ്ടും അള്ളാഹുവിന്റെയും ദീനിന്റെയും കോളം ശൂന്യമായി ഉപേക്ഷിച്ചതുകൊണ്ടും ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടും അവരെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാക്കുന്നു. എന്നാൽ ചിലർക്ക് ചില നന്മകളുണ്ടായിരിക്കും. അള്ളാഹു തന്റെ മഗ്ഫിറത്തിന്റെ പുതപ്പിൽ പൊതിഞ്ഞുകൊണ്ട് അവരോട് മഗ്ഫിറത്തോടുകൂടി പെരുമാറുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. അതനുസരിച്ച് ചിലപ്പോൾ അള്ളാഹുവിന്റെ പ്രീതി തങ്ങളുടെ ചില നന്മകൾ കാരണം കരസ്ഥമാക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ ജീവിതത്തെ എല്ലാമായി മനസ്സിലാക്കരുത്. യഥാർത്ഥ ജീവിതം മരണത്തിനു ശേഷം ലഭിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി പര്യവസാനം നല്ലതായിത്തീരുന്നതിനു വേണ്ടി അള്ളാഹുവുമായിട്ട് ബന്ധവും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ശ്രമിക്കുമ്പോൾ, അവൻ പറഞ്ഞു തന്ന മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ പര്യവസാനം ശുഭമായി തീരും എന്ന് മാത്രമല്ല, ഈ ലോകവും അവർക്ക് കരസ്ഥമാകുന്നു. അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം എടുക്കരുത്
എന്ന് പറയുന്നില്ല. എന്നാൽ അള്ളാഹു തീർച്ചയായും ഈ കാര്യം പറയുന്നുണ്ട്, ഈ ഭൗതിക വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിൽ ഇത്രമാത്രം നിങ്ങൾ മുങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് ദീനി നിർബന്ധ കടമകളിലേക്കും അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതിലേക്കും ശ്രദ്ധ തന്നെ ഇല്ലാതായി പോകരുത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ആരാണോ അള്ളാഹുവിൽ നിന്ന് വരുന്നത് അവർ ലോകത്തെ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ടുള്ള അർത്ഥം ഇതാണ്, ഭൗതികതയെ തങ്ങളുടെ ലക്ഷ്യവും ആത്യന്തികമായ ഉദ്ദേശവുമായി അവർ മനസ്സിലാക്കുന്നില്ല. കേവലം ഭൗതികത മാത്രമായിരിക്കുകയില്ല അവരുടെ ഉദ്ദേശം. അങ്ങനെയാകുമ്പോൾ ഭൗതികത അവരുടെ സേവകരും അടിമയും ആയി മാറുന്നു. വീണ്ടും പറയുന്നു, ഏതൊരു കൂട്ടരാണോ ഇതിനെതിരിൽ ഭൗതികതയെ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അവർ ഭൗതികത എത്ര തന്നെ കരസ്ഥമാക്കിയാലും ശരി അവസാനം നിന്ദ്യരായിത്തീരുന്നു. അവിടുന്ന് പറഞ്ഞ ഈ കാര്യം കേവലം ആ കാലഘട്ടത്തിലേക്കോ പഴയ കാര്യമോ അല്ല, മറിച്ച് ഇന്നും ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി വളരെ സുദൃഢമാണ് എന്ന് വിചാരിക്കുമ്പോഴും വലിയ വലിയ ബാങ്കുകൾ ഉണ്ട്. ബാങ്കുകൾ ഉണ്ടായിട്ടും ഇപ്രകാരം സംഭവിക്കുന്നു. ബാങ്കുകളുടെ സഹായത്തോടെ കച്ചവടവും വ്യാപാരവും ചെയ്യുന്നവർ തങ്ങളുടെ കച്ചവടവും വ്യാപാരവും നഷ്ടപ്പെട്ടവരായിത്തീരുന്നു. എന്നല്ല, ഇതും കാണാൻ സാധിക്കുന്നു, ബാങ്കുകളും അങ്ങേയറ്റത്തെ നഷ്ടത്തിലാകുന്നു. അതിന്റെ ഫലമായി ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലത്ത് ബാങ്കുകൾ തങ്ങളുടെ ജോലിക്കാരെ പുറത്താക്കി അതിൽ കുറവ് വരുത്തുന്നു. ചില സ്ഥലത്ത് നഗരങ്ങളിൽ തങ്ങളുടെ ബ്രാഞ്ചുകൾ നിർത്തലാക്കുന്നു. വലിയ വലിയ കമ്പനികൾ തങ്ങളുടെ ജോലിക്കാരെ പുറത്താക്കുന്നു. പല കമ്പനികൾക്കും അവരുടെ ജോലിക്കാരും പിന്നീട് ബാങ്കുകളും കടം നൽകിയിട്ടുണ്ടാകും. കോടതിയിലേക്ക് വലിച്ചിഴക്കുന്നു. അവിടെ അവർക്ക് തങ്ങളുടെ വ്യാപാരം പാപ്പരായി എന്ന് സ്ഥാപിക്കേണ്ടതായി വരുന്നു. തങ്ങളെ സ്വയം പാപ്പരായി പ്രഖ്യാപിക്കേണ്ടതായി വരുന്നു. അവരുടെ സ്വത്തുകൾ വിൽക്കപ്പെടുന്നു. അവർ നയാ പൈസക്ക് ആവശ്യക്കാരായി മാറുന്നു. 2008 ഉണ്ടായ സാമൂഹിക അധപ്പതനം, അതിന്റെ പരിണിത ഫലം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ വ്യാപാരങ്ങൾ പാപ്പരായി. ഏതുവരെ എന്നാൽ ഭരണകൂടങ്ങൾ പോലും സ്വാധീനിക്കപ്പെട്ടു. എണ്ണ ഉൽപാദക രാജ്യങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ ഈ സമ്പത്ത് ഒരിക്കലും അവസാനിക്കുകയില്ല എന്നാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചു. അവർക്ക് എന്താണ് സംഭവിച്ചത്? അവിടെയും ഭരണകൂടങ്ങൾക്ക് തങ്ങളുടെ ചിലവുകൾ ചുരുക്കേണ്ടതായി വന്നു. തങ്ങളുടെ ജോലിക്കാരെ പുറത്താക്കേണ്ടതായി വന്നു. മുസ്ലിം രാജ്യങ്ങളുടെ നിർഭാഗ്യാവസ്ഥയാണ്. അള്ളാഹു അവർക്ക് ഏതൊരു സമ്പത്താണോ നൽകിയത് അത് അവിടുത്തെ രാജാക്കന്മാരും ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ചരിച്ചുകൊണ്ട് അതിനെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം ആക്കുന്നതിന് പകരം തങ്ങളുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു എണ്ണ സമ്പത്ത് കൊണ്ടും മറ്റു സമ്പത്ത് കൊണ്ടും മനുഷ്യനെ രക്ഷപ്പെടുത്തുകയും ദരിദ്രരായ മുസ്ലിം രാജ്യങ്ങളെയും മറ്റു ദരിദ്ര രാജ്യങ്ങളെയും അവരെ അവരുടെ സ്വന്തം കാലുകളിൽ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയും തങ്ങളുടെ രാജ്യത്തിലെ പട്ടിണിയും വസ്ത്രമില്ലായ്മയും ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് പകരം അവർ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ മടിത്തട്ടുകൾ നിറക്കുന്നതിൽ മുഴുകി.
ഇപ്പോഴും ഈ അവസ്ഥയാണുള്ളത്. അതിന്റെ ഫലം ഇപ്രകാരം പുറത്തു വരുന്നു: ലോകത്തിന്റെ മുന്നിലും അവർ നിന്ദിരായിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ ആഖിറത്തിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല. അതിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു ഭയപ്പെടുത്തിയിട്ടുണ്ട്. അത് കഠിനകരവും നിന്ദ്യരാക്കുകയും ചെയ്യുന്ന ശിക്ഷയാണ്. ഏതായിരുന്നാലും ഈ കാര്യത്തെ നിഷേധിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിലെ സമ്പത്ത്, അത് വ്യക്തിപരമായ ബന്ധപ്പെട്ടതാകട്ടെ, ചില വലിയ വലിയ കമ്പനികളും ബിസിനസ്സും ആയി ബന്ധപ്പെട്ടതാകട്ടെ, അല്ലെങ്കിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടതാകട്ടെ, അതിന്റെ തെറ്റായ ഉപയോഗം അള്ളാഹുവിന്റെ പിടുത്തത്തിൽ അകപ്പെടുത്തുന്നു. ഒരുപക്ഷെ അവർ ഈ ലോകത്തും പരലോകത്തും രണ്ട് സ്ഥലത്തും ശിക്ഷ നൽകാം. അല്ലെങ്കിൽ ഈ ലോകത്ത് ആളുകൾ താൽക്കാലിക പ്രയോജനമെടുക്കുന്നു, അടുത്ത ലോകത്ത് ശിക്ഷ ലഭിക്കും. വളരെയധികം ഭയപ്പെടേണ്ട സ്ഥാനമാണിത്. അത് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരെയും, യഥാർത്ഥ മുസ്ലിമിനെ പ്രത്യേകിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എപ്പോഴും തന്റെ മുന്നിൽ വെക്കേണ്ടതാണ്. കേവലം പ്രത്യക്ഷമായ നിലയിൽ മാത്രമല്ല, മറിച്ച് ഇബാദത്തുകളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഒരു വേദനയും ഒരു പരിശ്രമവും ഉണ്ടാവേണ്ടതാണ്. പറയുന്നവർ പറയാം, ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്, ഇബാദത്തുകൾ ചെയ്യാറുണ്ട്, നോമ്പും എടുക്കാറുണ്ട്. അഥവാ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന നിഅമത്തുകൾ അത് കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കുന്നുവെങ്കിൽ അതിലെന്ത് തെറ്റാണുള്ളത്? ഒന്നാമതായി, ഇബാദത്തുകളിൽ ഇഖ്ലാസും കൂറും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്: നിങ്ങളുടെ ആരാധനകളും ആത്മാർത്ഥതയും കൂറും ഉള്ളതായിരിക്കണം. രണ്ടാമതായി, അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കണം. നമ്മുടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്തിലെ രാജാവ് ഉല്ലാസയാത്രക്ക് പോകുമ്പോൾ കപ്പലുകളുടെ കൂട്ടം കൂടെ കൊണ്ടുപോകുന്നു, വലിയ വലിയ സാധന സാമഗ്രികൾ കൂടെ കൊണ്ടുപോകുന്നു, അനേകം മില്യൺ ഡോളറുകൾ അതിനു വേണ്ടി ചിലവ് ചെയ്യുന്നു. തന്റെ രാജ്യത്തെ അത്തരത്തിലുള്ള ദരിദ്രരായവരുമുണ്ട്. അവരിൽ ചിലർക്ക് ഒരു നേരത്തെ റൊട്ടി പോലും നല്ല നിലയിൽ ലഭിക്കുന്നില്ല. ഇത് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് ദൂരപ്പെടുന്നതാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ പേരിൽ അവന്റെ കൽപ്പനകളെ നിഷേധിക്കുക, ഇത് പിന്നീട് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുന്നു. ഇത് കളിയും തമാശയുമാണ്, പ്രത്യക്ഷമായ കളിയും വിനോദവുമാണ്, പ്രത്യക്ഷമായ ഭംഗിയും പൊങ്ങച്ചം കാണിക്കലും ആണ്. തങ്ങളുടെ ധനത്തിന്റെയും അനുവദനീയമല്ലാത്ത രീതിയിലുള്ള പ്രകടനമാണ്. അത്തരം ആളുകളെ കുറിച്ച് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു: പ്രത്യക്ഷമായ നമസ്കാരവും നോമ്പും അഥവാ അതിനോടൊപ്പം ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ല എങ്കിൽ അതിന് ഒരു ശ്രേഷ്ഠതയും ഇല്ല. അത്തരത്തിലുള്ള നമസ്കാരത്തെ കുറിച്ചാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്: ഫവൈലുൽ ലിൽ മുസല്ലീൻ. അത്തരം നമസ്കാരക്കാർക്ക് ശാപമാണുള്ളത്, നാശമാണുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു അത്തരം ഇബാദത്തുകൾ, അത്തരം പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ആത്മീയ അവസ്ഥക്ക് പുരോഗതി ഉണ്ടാക്കുന്നതായിരിക്കണം. സൃഷ്ടികളോടുള്ള കടമകൾ, ഈ വികാരത്തിന് കീഴിൽ നാം നിറവേറ്റുന്നവരായിരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കുന്നതായിരിക്കണം. നാം ആരുടെ മേലും ഔദാര്യം ചെയ്യുന്നു എന്ന നിലയിലല്ല. അത്തരത്തിലുള്ള ഇബാദത്തുകൾ പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വലിച്ചെടുപ്പിക്കുന്നതായി മാറുന്നു. അത്തരത്തിലുള്ള ധനവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കി നമ്മെ മാറ്റുന്നു.
दुनिया की मालो दौलत और दुनिया कमाने से मना नहीं फरमाया। അള്ളാഹു ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിലെ ധനവും സമ്പത്തും ഭൗതികതയും ആർജിക്കുന്നതിൽ നിന്ന് വിലക്കുന്നില്ല. അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന നിയമത്തുകൾ നിശ്ചയമായും മുഅ്മിനീങ്ങൾക്ക് അനുവദനീയമാണ്. എന്നാൽ അനുവദനീയമായ മാർഗത്തിലൂടെ കരസ്ഥമാക്കണം എന്ന നിബന്ധനയുണ്ട്. അത് ദീനിന്റെ മാർഗത്തിലും അള്ളാഹുവിന്റെ സൃഷ്ടികളുള്ള കടമകൾ നിറവേറ്റുന്നതിലും തടസ്സമായി നിൽക്കരുത്. ഇബാദത്തുകൾക്ക് തടസ്സമാകരുത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ ഉമ്മത്തിനെ കുറിച്ച് ഈ കാര്യത്തെക്കുറിച്ചുള്ള വേവലാതിയാണ് ഉണ്ടായിരുന്നത്. ഏതൊരു പരിശുദ്ധമായ വിപ്ലവമാണോ അവിടുന്ന് സഹാബാക്കളിൽ ഉണ്ടാക്കിയെടുത്തത്, അവർ ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകണം എന്ന ആത്മാവിനെ ഏതു വിധത്തിലാണോ മനസ്സിലാക്കിയത്, അത് ഭാവിയിൽ വരുന്ന മുസ്ലിങ്ങളിൽ ഇല്ലാതായി പോകരുത്, അവസാനിച്ചു പോകരുത്. ഒരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്, എനിക്ക് അപകടം ആയി തോന്നുന്നത്, ഞാൻ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ വ്യാകുലത ഉള്ളത്, ഭയമല്ല മറിച്ച് വ്യാകുലത ഉള്ളത് എന്റെ ഉമ്മത്ത് ആഗ്രഹങ്ങളെ പിൻപറ്റുന്നവരായി തീരുകയും ഭൗതിക പ്രതീക്ഷക്കായി നീണ്ട ആസൂത്രണങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങുകയും ഈ ആഗ്രഹങ്ങളുടെ അനുധാവനത്തിന്റെ ഫലമായി അവർ സത്യത്തിൽ നിന്ന് ദൂരപ്പെട്ടു പോകുകയും ഭൗതിക സമ്പാദിക്കുന്നതിനുള്ള ആസൂത്രണം ആഖിറത്തിനെ കുറിച്ച് അശ്രദ്ധരാക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഈ ലോകം യാത്രാഭാണ്ഡം കെട്ടിയിരിക്കുന്നു, ആഖിറത്തും വരാനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. രണ്ടു ഭാഗത്തു നിന്നും യാത്ര ആരംഭിച്ചിരിക്കുന്നു. ലോകം അതിന്റെ പര്യവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് വരാനിരിക്കുന്നു. ആഖിറത്തിലും കണക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. അവിടെയും തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പറയുന്നു, ഈ രണ്ടിനും ചില ദാസന്മാരും അടിമകളും ഉണ്ട്. ലോകത്തിനും ചില അടിമകളുണ്ട്. കുറച്ചുപേർ ആഖിറത്തിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നവരും ഉണ്ട്. പറയുന്നു, അഥവാ നിങ്ങളിൽ ശക്തിയുണ്ട് എങ്കിൽ ലോകത്തിന്റെ ദാസന്മാരാകാതിരിക്കുക. തീർച്ചയായും നിങ്ങൾ അപ്രകാരം ചെയ്യുക. കാരണം നിങ്ങൾ ഇപ്പോൾ കർമ്മത്തിന്റെ ഭവനത്തിലാണ്. ഇപ്പോൾ കണക്കെടുപ്പിന്റെ സമയം വന്നിട്ടില്ല. എന്നാൽ നാളെ നിങ്ങൾ ആഖിറത്തിന്റെ ഭവനത്തിൽ ആയിരിക്കും. അവിടെ ഒരു വിധത്തിലുള്ള കർമ്മവും ഉണ്ടായിരിക്കുകയില്ല. ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് അതിന്റെ ഫലം ആയിരിക്കും ലഭിക്കുക. അത് ഈ ലോകത്ത് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയാക്കി തീർക്കുക. ഈ ലോകം കർമ്മത്തിന്റെ ലോകമാണ്. ഈ ലോകത്തിലെ കർമ്മങ്ങൾ അടുത്ത ലോകത്തിൽ പ്രതിഫലമായോ ശിക്ഷയായോ ലഭിക്കുന്നതായിരിക്കും. നമ്മളിൽ അവർ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. ആരാണോ അള്ളാഹുവിന്റെ ഈ വാക്കുകളെ ഓർമ്മിക്കുന്നത്. ഈ ലോകം എന്നത് കേവലം കളിയും വിനോദവുമാണ്. സൗന്ദര്യത്തിന്റെ പ്രകടനവും പരസ്പരം തങ്ങളുടെ ധനം കൊണ്ടും മക്കൾ കൊണ്ടും പൊങ്ങച്ചം കാണിക്കലുമാണ്. ഇതിന്റെ വില തന്നെ എന്താണ്? ഇതിന് ഉണങ്ങിയ പുല്ലിനേക്കാൾ യാതൊരു പ്രാധാന്യവുമില്ല. അത് ഉണങ്ങുകയും പൊടിപൊടിയായി തീരുകയും ചെയ്യുന്നു. കാറ്റതിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നു. യഥാർത്ഥ കാര്യം അള്ളാഹുവിന്റെ പ്രീതിയെ കരസ്ഥമാക്കുക എന്നതാണ്. ഈ കാര്യം തന്നെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സൽക്കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരുന്നതിനു വേണ്ടി. സഹാബ റിദ്വാനുല്ലാഹി അലൈഹിം എപ്പോഴും ഈ കാര്യം അന്വേഷിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. എപ്രകാരം ഏതു വിധേനയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുക. അത് ഞങ്ങളെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീർക്കണം. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരായി തീർക്കണം. അവർ അതിനെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ ഉദ്ദേശത്തോടുകൂടി ഒരാൾ റസൂൽ തിരുമേനിയുടെ സമക്ഷത്തിൽ ഹാജരായിക്കൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി പറഞ്ഞു തന്നാലും അതുപോലെ മറ്റുള്ളവർ ആ പ്രവൃത്തി കൊണ്ട്
എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യണം. और बाकी लोग അള്ളാഹുവിന്റെ സ്നേഹവും വേണം, ആളുകൾ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യണം. बंदे भी मुझे पसंद करें। റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൗതികതയിൽ നിന്ന് അശ്രദ്ധരാവുകയും നിരാശ്രയത്വം കാണിക്കുകയും ചെയ്യുക, അള്ളാഹു നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഏതൊന്നാണോ ആളുകളുടെ പക്കലുള്ളത്, അതായത് ഭൗതിക ധനവും സമ്പത്തും, അതിനോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. छोड़ दो। लोगों की तरफ हरीस नजर से ആളുകളുടെ ധനത്തെ ദുരാഗ്രഹത്തോടുകൂടി നോക്കരുത്. ആളുകൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. मोहब्बत करने लग जाएंगे। ഭൗതികതയിൽ നിന്ന് വിരക്തി നേടുക എന്നത് സമൂഹത്തിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുക എന്നല്ല, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുക എന്നല്ല. വിവാഹം കഴിക്കാതിരിക്കുക, ब्याह भी न करो, മക്കളോടുള്ള കടമകൾ നിറവേറ്റാതിരിക്കുക, ഭാര്യയോടുള്ള കടമകൾ നിറവേറ്റാതിരിക്കുക, ഏതൊരു കച്ചവടത്തിലാണോ അത് ഉപേക്ഷിക്കുക, പിന്നീട് കൈകെട്ടിയിരിക്കുക, और हाथ पे हाथ रख के बैठ जाओ। ഭൗതിക ജോലികളിൽ അധ്വാനിക്കാതിരിക്കുക, എന്നിട്ട് സന്യാസിയായിരിക്കുക. ഒരിക്കലും ഇതിന്റെ അർത്ഥം ഇപ്രകാരമല്ല. ഇസ്ലാം ഇത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജീവിത മാതൃകയുണ്ട്. അവിടുന്ന് വിവാഹം കഴിച്ചു, അവിടുന്ന് ഭാര്യമാരോടുള്ള കടമകൾ നിറവേറ്റി, അങ്ങേക്ക് മക്കളും ഉണ്ടായി, അവിടുന്ന് മക്കളോടുള്ള കടമകളും നിറവേറ്റി, അങ്ങയുടെ പക്കൽ സമ്പത്തും ധനവും വന്നു, ആടുകളുടെ വലിയ കൂട്ടം തന്നെ അങ്ങയുടെ പക്കൽ ഉണ്ടാകുമായിരുന്നു. അത് അവിടുന്ന് ഒരു വ്യാകുലതയുമില്ലാതെ ചില സമയത്ത് റിവായത്തുകളിൽ വരുന്നു, ഒരു നിഷേധിക്ക് നൽകുകയുണ്ടായി. ഇതിനൊക്കെ ഇത്രയധികം ഇഷ്ടമാണ് എങ്കിൽ നീ ഇതിനെ ഇത്ര അത്യാർത്ഥിയോടുകൂടി നോക്കുന്നുവെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന്റെ ഫലം അയാൾ മുസ്ലിമായി തീർന്നു. എന്നാൽ അവിടുന്ന് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിനോടും സൃഷ്ടികളോടും ഉള്ള കടമകൾ നിറവേറ്റി ഈ കാര്യങ്ങളെ മാത്രം തന്നെ മുന്നിൽ വെച്ചില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നിർബന്ധമാണ്. സന്യാസികളാകരുത്, ലോകത്ത് ജീവിക്കണം, ഈ കാര്യങ്ങളെ മുന്നിൽ വെക്കുകയും ചെയ്യണം, കാരണം ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. നാം മനസ്സിലാക്കേണ്ടതാണ്, ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ഭൗതികത നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകരുത്. നമ്മെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് തടസ്സമായി മാറരുത്. സമ്പത്തും ധനവും സമ്പാദിക്കുന്നതിനുള്ള തിരക്ക് നമ്മെ അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ നിന്ന് അശ്രദ്ധരാക്കി മാറ്റരുത്. അതുപോലെ മറ്റുള്ളവരുടെ ധനത്തിലേക്കും സ്വത്തിലേക്കും അത്യാഗ്രഹ ദൃഷ്ടി ഉണ്ടാകരുത്. കാരണം അത്യാഗ്രഹ ദൃഷ്ടി തന്നെയാണ് മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാക്കുക എന്ന ചിന്തയും ഉണ്ടാക്കുന്നത്. ലോകത്ത് ഉള്ള കുഴപ്പങ്ങൾ അതും ഈ അത്യാഗ്രഹം കൊണ്ടാണ്. വൻ ശക്തികൾ ചെറിയ രാജ്യങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. ഞങ്ങളുടെ കടിഞ്ഞാണിന് കീഴിലാണ് എങ്കിൽ ഇവരുടെ ഈ ധനം, ഇവരുടെ പ്രകൃതി വിഭവങ്ങൾ, അതിൽ നിന്ന് ഞങ്ങൾക്കും പ്രയോജനമെടുക്കാം. ഈ ലോകത്ത് കുഴപ്പവും ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് വ്യക്തികൾക്കിടയിലാണെങ്കിലും വലിയ രാജ്യങ്ങൾക്കിടയിലാണെങ്കിലും ശരി, മറ്റുള്ളവരുടെ ധനത്തിൽ കണ്ണുവെക്കുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മിതവ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റുള്ളവരെ അത്യാഗ്രഹത്തോടു കൂടി നോക്കരുത്. തങ്ങളുടെ കഴിവിനെയും പ്രാപ്തിയെയും പ്രയോഗത്തിൽ കൊണ്ടുവരിക, അധ്വാനിക്കുക. പിന്നീട് മനുഷ്യൻ അധ്വാനിക്കുകയാണെങ്കിൽ ധനം സമ്പാദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ഈ ഒരു ധനം അള്ളാഹുവിനും അവന്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നതിനും തടസ്സമായി നിൽക്കരുത്. ഭൗതികതയോടുള്ള വിരക്തിയുടെ വിശദീകരണം സ്വയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ഭൗതികതയിൽ നിന്നുള്ള വിരക്തിയും പരിത്യാഗവും മനുഷ്യൻ തന്റെ മേൽ ഏതെങ്കിലും ഹലാലായതിനെ ഹറാമാക്കുക എന്നതല്ല, അള്ളാഹു ഹലാലാക്കിയതിനെ തന്റെ മേൽ ഹറാമാക്കുക എന്നതല്ല. ലോകത്തിൽ നിന്ന് വിരക്തി എന്നതിന്റെ അർത്ഥം ഇതല്ല. തന്റെ ധനത്തെ നശിപ്പിച്ചു കളയുക എന്നുമല്ല. ഇതിന്റെ അർത്ഥം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനം നശിപ്പിച്ചു കളയുക എന്നല്ല പറഞ്ഞു. മറിച്ച് പരിത്യാഗം എന്നത് ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ ധനത്തേക്കാൾ ഏറെ അള്ളാഹുവിന്റെ ഉപഹാരത്തിലും അവന്റെ കൃപയിലുമായിരിക്കണം വിശ്വാസം. തന്റെ ധനത്തിൽ
ഉറച്ചു വിശ്വസിക്കാതിരിക്കുക. അള്ളാഹുൽ വിശ്വസിക്കുക, അവനിൽ തവക്കുൽ ചെയ്യുക. നിങ്ങളുടെ മേൽ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്ത് വന്നാൽ അതിന് ലഭിക്കേണ്ട പ്രതിഫലത്തിൽ നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുക. നിങ്ങൾ ആപത്തുകളെ പ്രതിഫലത്തിനുള്ള മാർഗമായി മനസ്സിലാക്കുക. മനുഷ്യന് പ്രയാസങ്ങളും ആപത്തുകളും വരുന്നു. അത് മുഖേന ധനം പാഴാകുന്നത് അതിനെക്കുറിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്യാതിരിക്കുക. മറിച്ച് ഇത് മുഖേന അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും ഇതിനെനിക്ക് പ്രതിഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. യഥാർത്ഥ കാര്യം ഇതാണ്. ഭൗതിക ധനത്തിന്റെ നഷ്ടത്തിൽ ഷിർക്കിന്റെ ഗന്ധം വരുന്ന വിധത്തിൽ മനുഷ്യൻ വിലപിക്കുകയും കരയുകയും ചെയ്യാതിരിക്കുക. കച്ചവടക്കാരായ അനേകം ആളുകളുണ്ട്. സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോൾ സ്വയം ബോധം നഷ്ടപ്പെട്ടവരായി മാറുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു. അഥവാ അള്ളാഹുവിന്റെ മേൽ തവക്കൽ ഉണ്ട് എങ്കിൽ, മിതവ്യയം ഉണ്ട് എങ്കിൽ ഒരിക്കലും ഈ അവസ്ഥ ഉണ്ടായിത്തീരുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന്, തന്റെ ഉമ്മത്തിലെ അംഗങ്ങളിൽ നിന്ന് ഈ പരിത്യാഗവും ഭൗതികതയിൽ നിന്നുള്ള വിരക്തിയുടെ ഈ നിലവാരവുമാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഒരുപാട് അഹമ്മദികൾക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത് കാരണം ഈ ഗ്രാഹ്യം നൽകുകയുണ്ടായി. ലോകത്തിലെ നഷ്ടത്തിന് ഒരു സ്ഥാനവും അവർ നൽകുന്നില്ല. അവർ വിചാരിക്കുന്നു അത്തരം അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മുമ്പത്തേക്കാൾ കൂടുതലായി തിരിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാം കാണുന്നു, പാകിസ്ഥാനിലും മറ്റു ചില സ്ഥലങ്ങളിലും അഹമ്മദികളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം എതിരാളികൾ നശിപ്പിച്ചു, കത്തിച്ചു കളഞ്ഞു. എന്നല്ല, ഒരു സമയത്ത് പാകിസ്ഥാനിലെ ഒരു പ്രധാനമന്ത്രി ഇതുകൂടി പറഞ്ഞു, അഹമ്മദികളുടെ കയ്യിൽ പിച്ചച്ചട്ടി പിടിപ്പിക്കും. ഇവർ ഭിക്ഷ ചോദിച്ചു കറങ്ങും, കാരണം ഞാൻ പിച്ചച്ചട്ടി പിടിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത ആ അഹമ്മദികൾ, അവർ ഭരണകൂടത്തോട് ചോദിച്ചില്ല, പിച്ചച്ചട്ടി പിടിച്ച് മറ്റാരോടും ഒന്നും ചോദിച്ചില്ല. എന്നാൽ അള്ളാഹുവിലുള്ള തവക്കൽ കാരണം അവരുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടപ്പെട്ട കച്ചവടം അത് കോടികളിൽ പരിണമിക്കപ്പെട്ടു. ഈ ഉദാഹരണങ്ങൾ അഹമ്മദികളുടെ ഈമാനെ ദൃഢീകരിക്കുന്നതോടൊപ്പം തങ്ങളുടെ അവസ്ഥ കാരണം പുറത്തു വന്ന അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം, പുരോഗമന രാജ്യങ്ങളിൽ വന്ന അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തയും ഉണ്ടാക്കുന്നതായി തീരണം. പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്ന് അള്ളാഹു സാമ്പത്തികമായി നൽകിയിരിക്കുന്ന മെച്ചപ്പെട്ട അവസ്ഥ, ഇത് കേവലം അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം ആകുമ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ് എങ്കിൽ നമ്മുടെ മെച്ചപ്പെട്ട അവസ്ഥ ഏതെങ്കിലും വിധത്തിലുള്ള പൊങ്ങച്ചത്തിന് കാരണമായി മാറരുത്. നമുക്കൊരു അഹങ്കാരവും ഇത് കാരണം ഉണ്ടാകരുത്. നാം ധനത്തിലും സമ്പത്തിലും ഭൗതികരെ പോലെ വീണു പോകരുത്. നാം ദുരാഗ്രഹ ദൃഷ്ടിയോടുകൂടി മറ്റുള്ളവരുടെ ധനത്തെ നോക്കുന്നവരായി മാറരുത്. എന്നല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അഥവാ ഏതെങ്കിലും കാര്യത്തിൽ അസൂയയോടുകൂടി നോക്കാം എങ്കിൽ അത് ദീനീപരമായി തന്നേക്കാൾ മെച്ചപ്പെട്ട ആളെയാണ് നാം നോക്കേണ്ടത്. അങ്ങനെ നോക്കി ഒന്നുകിൽ അതുപോലെ ആകാൻ ശ്രമിക്കുക, അതല്ല എങ്കിൽ ദീനീപരമായി അയാളെക്കാൾ നല്ല നിലയിലാകാൻ പരിശ്രമിക്കണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിശദമായ നിലയിൽ ഈ വിഷയം വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം അങ്ങേക്കാണ് ഉണ്ടായിരുന്നത്. നാം ലോകത്തിലെ ജോലികളും ധനത്തെയും എത്രത്തോളം സ്വായത്തമാക്കണം, ഒരവസരത്തിൽ
ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു ഭൗതിക ജോലികളെ അനുവദിച്ചിരിക്കുന്നു, കാരണം ഈ മാർഗത്തിലൂടെയും പരീക്ഷണം വരുന്നു. അഥവാ ഭൗതിക ജോലി ആരും ചെയ്യുന്നില്ല എങ്കിൽ, സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് എങ്കിൽ അപ്പോഴും പരീക്ഷണം വരാം. മനുഷ്യൻ പ്രയാസത്തിൽ അകപ്പെടും. ആ പരീക്ഷണം കാരണം മനുഷ്യൻ ചിലപ്പോൾ മോഷ്ടാവും ആയി മാറും, ചീട്ടുകളിക്കാരനും ചൂതാട്ടക്കാരനും വഞ്ചകനും ആയി മാറും. അങ്ങനെ എന്തെല്ലാം ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ബലഹീനതയും തിന്മകളിൽ അകപ്പെടുത്തുന്നു. പറയുന്നു, എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. അതോർത്തുകൊള്ളുക, ഒരു പരിധിയുണ്ട്. ഭൗതിക ജോലികളെ ഇത്രത്തോളം അവലംബിക്കുക, അത് ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് സഹായകമായി മാറണം. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദീൻ ആയിരിക്കണം. അതായത് നിങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ദീൻ കരസ്ഥമാക്കുക എന്നതായിരിക്കണം. ദീനിന് ഒരിക്കലും തന്നെ രണ്ടാം സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. ഭൗതികത നേടുക, ഭൗതികതയിൽ നിന്ന് പ്രയോജനമെടുക്കുക, എന്നാൽ എപ്പോഴും അള്ളാഹുവിനോടുള്ള ഭയവും അവന്റെ തഖ്വയും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. ദീനിന്റെ അധ്യാപനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. പറയുന്നു, നാം ഭൗതിക ജോലികളിൽ നിന്ന് വിലക്കുന്നില്ല, എന്നാൽ രാത്രിയും പകലും ഭൗതികതയുടെ കൊഴുപ്പിലും തന്ത്രങ്ങളിലും മുങ്ങി നിൽക്കുക എന്നും പറയുന്നില്ല. അള്ളാഹുവിന്റെ കോളവും ഭൗതികത കൊണ്ട് നിറക്കുക എന്നും പറയുന്നില്ല. അതായത് അള്ളാഹു ഒരിക്കലും ഓർമ്മ വരാതിരിക്കുന്ന അവസ്ഥ. ആ സമയത്തും ഭൗതിക കാര്യങ്ങളിൽ മാത്രം ഓർമ്മ വരികയും ചെയ്യുക, അതിൽ അകപ്പെട്ടു നിൽക്കുക. നമസ്കാര സമയത്ത് ഇന്റർനെറ്റിൽ മുഴുകുക, ഫിലിമുകൾ കാണുന്നതിൽ മുഴുകുക, അല്ലെങ്കിൽ ഭൗതികമായ മറ്റേതെങ്കിലും പരിപാടി കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല പറഞ്ഞു. അഥവാ ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ അവർ പുറന്തള്ളപ്പെടുന്ന വസ്തുക്കൾ സ്വരുക്കൂട്ടുകയാണ്. അയാളുടെ നാവിൽ കേവലം വാദം മാത്രം അവശേഷിക്കുന്നു. കേവലം വാദം മാത്രമാണ്. യഥാർത്ഥ രീതിയിലുള്ള ബൈഅത്ത് അല്ല, ഈമാൻ ഇല്ല. ചുരുക്കത്തിൽ ജീവനുള്ളവരുടെ സഹവാസത്തിൽ വസിക്കുക. കാരണം ജീവനുള്ള അള്ളാഹുവിന്റെ തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിന് വേണ്ടി. വീണ്ടും മറ്റൊരവസരത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, മനുഷ്യൻ ലോകവുമായി ഒരു ബന്ധവും ഒരു ലക്ഷ്യവും വെക്കരുത് എന്ന് ആരും മനസ്സിലാക്കരുത്. പറയുന്നു, എന്റെ ഉദ്ദേശം അതല്ല. അള്ളാഹു ലോകം കരസ്ഥമാക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നില്ല, മറിച്ച് ഇസ്ലാം സന്യാസത്തെ വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഭീരുക്കളുടെ ജോലിയാണ്. ലോകത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുക എന്നതും ഭീരുക്കളുടെ ജോലിയാണ്. വിശ്വാസികളുടെ ബന്ധം ലോകവുമായി എത്രത്തോളം വിശാലമാണോ അത് അയാളുടെ ഉന്നത സ്ഥാനത്തിന് കാരണമായി മാറുന്നു. ഭൗതിക ബന്ധവും ഉണ്ടാകണം, എന്നാൽ ഭൗതികത ലക്ഷ്യമായിരിക്കരുത്. കാരണം അയാളുടെ ലക്ഷ്യം ദീൻ ആയിരിക്കും. കേവലം ലോകവും അതിലെ സമ്പത്തും ദീനിന്റെ സേവകരായിരിക്കും. യഥാർത്ഥ കാര്യം ഇതാണ്. ഭൗതികത ആത്യന്തിക ലക്ഷ്യമായിരിക്കരുത്, മറിച്ച് ഭൗതികത കരസ്ഥമാക്കുന്നതിലെ യഥാർത്ഥ ഉദ്ദേശം ദീനായിരിക്കണം. ആ വിധത്തിൽ ഭൗതികത ആർജിക്കുകയാണ് ദീനിന്റെ സേവകൻ ആയിട്ടായിരിക്കണം. ഏതുപോലെ മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി യാത്രാവാഹനവും പാഥേയവും കരുതുന്നുവോ, അപ്പോൾ അയാളുടെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നതായിരിക്കണം. അല്ലാതെ വാഹനമോ വഴിയിലെ ആവശ്യങ്ങളോ ആയിരിക്കുകയില്ല. അതുപോലെ മനുഷ്യൻ ഭൗതികതയെ ആർജിക്കുക, എന്നാൽ ദീനിന്റെ സേവകർ എന്ന ധാരണയോടുകൂടി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്ന ദുആ വിരിച്ചുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹു ഈ അധ്യാപനം നൽകിയിരിക്കുന്നു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും. ഇതിലും ലോകത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. എന്നാൽ ഏത് ലോകത്തിനാണ്? ഹസനത്തു ദുനിയാക്കാണ്. അത്തരത്തിലുള്ള ദുനിയാവിന് ലോകത്തിലെ നന്മകൾക്ക് അത് ആഖിറത്തിന്റെ നന്മയെ മനസ്സിലാക്കി തരുന്നത്.
ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശ്വാസികൾ എപ്പോഴും തന്നെ ഹസനത്തുൽ ആഖിറത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഹസനത്തുൽ ആഖിറ എന്നതിൽ ഈ എല്ലാ നല്ല ഭൗതികത കരസ്ഥമാക്കാനുള്ള എല്ലാ നല്ല മാർഗങ്ങളും പറഞ്ഞിരിക്കുന്നു. അത് ഒരു വിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികത കരസ്ഥമാക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങൾ ഉപയോഗിക്കണം. ഹസനത്തു ദുനിയ എന്ന വാക്കിൽ ആ എല്ലാ നല്ല മാർഗങ്ങളും ഏതൊന്നാണോ ഭൗതികത കരസ്ഥമാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അത് ഒരു മുഅ്മിൻ മുസൽമാൻ ഭൗതികത കരസ്ഥമാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ഭൗതികത എല്ലാ നല്ല മാർഗത്തിലൂടെയും അത് അവലംബിക്കുന്നതിലൂടെ നന്മയും ശ്രേഷ്ഠതയുമാണ് എങ്കിൽ ഉപയോഗിക്കുക. എന്നാൽ ഏതെങ്കിലും മനുഷ്യന് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന വിധത്തിൽ ആയിരിക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലജ്ജക്കും നഷ്ടത്തിനും കാരണമായി തീരരുത്. അത്തരത്തിലുള്ള ഭൗതികത തീർച്ചയായും ഹസനത്തുൽ ആഖിറത്തിന് കാരണമായി തീരുന്നു. വീണ്ടും നരകശിക്ഷയെ കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മനസ്സിലാക്കുക നരകം എന്നാൽ എന്താണ്. ഒരു നരകം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. മറ്റൊരു ജീവിതവും ഉണ്ട്. എന്നാൽ ഈ ജീവിതവും അള്ളാഹുവിന് വേണ്ടി അല്ല എങ്കിൽ അതൊരു നരകം തന്നെയാണ്. മനുഷ്യൻ അത്തരം മനുഷ്യരെ ആളുകളെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സഹായം നൽകാനും ഉത്തരവാദിയല്ല. ഇത് നല്ലവണ്ണം ഓർത്തുകൊള്ളുക. ഏതെങ്കിലും ധനമോ മക്കളുടെ ആധിക്യമോ മറ്റു കാര്യങ്ങളോ ഒരിക്കലും തന്നെ അവരുടെ സമാധാനത്തിന് കാരണമായി തീരുകയില്ല. അതായത് ഈ വസ്തുക്കളൊന്നും തന്നെ സമാധാനത്തിന് കാരണമോ ഇത് മുഖേന സ്വർഗം ലഭിക്കുകയോ ചെയ്യുകയില്ല. ഈ വസ്തുക്കൾ എന്ന് പറയുന്നത് സ്വർഗം നിങ്ങൾക്ക് ഒരുക്കി നൽകുകയില്ല. പറഞ്ഞു, ആ സമാധാനവും സംതൃപ്തിയും സ്വർഗത്തിന്റെ ഫലമായി ലഭിക്കുന്നത് ഇതുകൊണ്ട് ലഭിക്കുകയില്ല. ഏതൊന്നാണോ അള്ളാഹുവിൽ ജീവിക്കുകയും മരിക്കുന്നതിലൂടെ ലഭിക്കുന്നത് അതപ്പോഴാണ് ലഭിക്കുക എപ്പോഴും അള്ളാഹു മുന്നിലിരിക്കുന്നത്. ഭൗതികമായ നന്മകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മനുഷ്യൻ കരസ്ഥമാക്കുകയാണെങ്കിൽ ആഖിറത്തിലെ ഹസനത്തുകളും അത് മുഖേന മനുഷ്യൻ ലഭിക്കുന്നതായിരിക്കും. ആ അള്ളാഹു ഏതുവരെ മുമ്പിലില്ലയോ, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത ഏതുവരെ മനുഷ്യനില്ലയോ അതുവരെ മനുഷ്യൻ ഇത് കരസ്ഥമാക്കാൻ സാധ്യമല്ല. അതിനാണ് ഹസ്രത്ത് പ്രവാചകൻ അലൈഹിസ്സലാം, പ്രത്യേകിച്ച് ഇബ്രാഹിമിന്റെയും യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെയും കൽപ്പന ഇതായിരുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ അനുസാരികളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. അതിന്റെ അർത്ഥം ഇതാണ്, മനുഷ്യൻ അറിയുകയില്ല, ഇത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതുമല്ല അവന്റെ മരണവും ജീവിതവും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പനകളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഭൗതിക ആനന്ദ അനുഭൂതികൾ ഒരു വിധത്തിലുള്ള അവിശുദ്ധമായ ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യന്റെ ആഗ്രഹവും ദാഹവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കാണോ ദാഹത്തിന്റെ രോഗം പിടിപെട്ടിരിക്കുന്നത് അയാൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഇതുവരെ എന്നാൽ വെള്ളം കുടിച്ച് ആ വെള്ളം ഇല്ലാതായിത്തീരും. ഒരിക്കലും അയാളുടെ ദാഹം ശമിക്കുകയില്ല. അതുപോലെയാണ് ഭൗതികതയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അതൊരിക്കലും തന്നെ അവസാനിക്കുകയില്ല. പറയുന്നു, ഏതുവരെ എന്നാൽ അയാൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ഭൗതിക ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു വിധത്തിലുള്ള ശിക്ഷയാണ്, തീയാണ്. അത് മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ശാന്തി നൽകുകയില്ല, മറിച്ചൊരു വ്യാകുലതയിലും വേവലാതിയിലും അസ്വസ്ഥതയിലും അകപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞു, അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളുടെ ദൃഷ്ടി എപ്പോഴും അവരുടെ കണ്ണുകളിൽ നിന്ന് ഇത് മറഞ്ഞിരിക്കരുത്. മനുഷ്യൻ ധനവും സമ്പത്തും മക്കളും ഭാര്യമാരും അതിനോടുള്ള സ്നേഹത്തിൽ ഈ വിധത്തിൽ ഭ്രാന്തന്മാരായി മാറരുത്. അത് അവർക്കും അള്ളാഹുവിനിടയിൽ ഒരു മറ വന്നു വീഴരുത്. ഈ കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് വിദൂരത ഉണ്ടാകരുത്. അതുകൊണ്ടാണ് മക്കളും ധനവും ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ വലിയ പരിഭ്രമവും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. അതുകൊണ്ട് നാറുല്ലാഹിൽ മൂക്കതത്തിലെത്തി തത്തലിഉൽ അഫ്ഇദ, അള്ളാഹു കത്തിച്ച അഗ്നി
അത് ഹൃദയത്തിലേക്ക് എത്തുന്നു. അത് അക്ഷരമായ രൂപത്തിലല്ല, അത് ബുദ്ധിപരമായ രീതിയിലായിരിക്കും. അത് മനുഷ്യന്റെ ഹൃദയത്തെ കത്തിച്ച് കരിക്കട്ടയേക്കാൾ കറുത്തതാക്കി തീർക്കുന്നു. അത് ഈ ദൈവേതരങ്ങളോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് തീയായി മാറുന്നു, ശിക്ഷയായി മാറുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ നമ്മെ അശ്രദ്ധരാക്കുന്നതായി മാറരുത്. അവന്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതായി മാറരുത്. നമ്മുടെ നല്ല അവസ്ഥകൾ, നമ്മുടെ സാമ്പത്തികമായ മെച്ചപ്പെട്ട സ്ഥിതി നമ്മെ നമ്മുടെ ബലഹീനരായ സഹോദരന്മാരെ, സാമ്പത്തിക ബലഹീനരായ സഹോദരന്മാരെ സഹായിക്കുന്നത് ഇനി തടസ്സമായി മാറരുത്. അതുപോലെ തന്നെ ഇഷാത്തെ ഇസ്ലാമിന്റെയും ഇസ്ലാമിന്റെ തബ്ലീഗിലും നാം നമ്മുടെ കടമകൾ നിറവേറ്റുന്നതായി മാറണം. നമ്മൾ ഇതിനെ വിസ്മരിക്കുന്നവരായി മാറരുത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിന്റെ ലക്ഷ്യം ഇതാണ്: അള്ളാഹുവിനുള്ള കടമകളും നിറവേറ്റുക, സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുക, തബ്ലീഗിനുള്ള കടമകൾ, ഇസ്ലാമിക പ്രചാരണത്തിന്റെ കടമകൾ അതും നിറവേറ്റുക. അത് മുഖേനയാണ് ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന കൽപ്പിക്കുന്നു എന്നുള്ള ലക്ഷ്യം നാം പൂർത്തിയാക്കുന്നവരായി മാറുക. നാം എപ്പോഴും അള്ളാഹുവിന്റെ പ്രീതി അന്വേഷിക്കുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. ഈ ലോകത്തിന്റെ വഞ്ചനാത്മകമായ ജീവിതത്തിൽ ഒരിക്കലും അകപ്പെടുന്നവരായി മാറാതിരിക്കട്ടെ. നാം ഈ ലോകത്തെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നവരാകട്ടെ, ആഖിറത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നവരായി മാറട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ പ്രീതിയും നമുക്ക് ഈ ലോകവും സ്വർഗമാക്കി തീരട്ടെ, ആഖിറത്തും സ്വർഗവും കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒന്ന് ബഹുമാനപ്പെട്ട ബഷാറത്ത് അഹമ്മദ് സാഹിബ് മുഹമ്മദ് അബ്ദുള്ള സാഹിബിന്റെ മകൻ ഖാൻപൂർ റഹീം യാർ ഖാന്റേതാണ്. അദ്ദേഹത്തെ മെയ് 3 ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ വിശദവിവരം ഇപ്രകാരമാണ്: ബിഷാറത്ത് അഹമ്മദ് സാഹിബ് ഷഹീദിന്റെ വീട് ഖാൻപൂരിൽ ഗ്രീൻ ടൗണിലായിരുന്നു. പെട്രോൾ പമ്പിന്റെ കച്ചവടമായിരുന്നു. അത് 5-6 കിലോമീറ്റർ ദൂരത്തായിരുന്നു. മെയ് 3 രാത്രി 8 മണിക്ക് ഇദ്ദേഹം സാധാരണ രീതി അനുസരിച്ച് തന്റെ പെട്രോൾ പമ്പിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് തിരിച്ചു. 1 കിലോമീറ്റർ താണ്ടിയപ്പോൾ അപരിചിതരായ ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അടുത്തു നിന്ന് വെടിവെച്ചു. അത് ചെവിക്ക് കൊണ്ട് മറുഭാഗത്തൂടെ പുറത്തു വന്നു. ആ അവസരത്തിൽ തന്നെ അദ്ദേഹം ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ദാമാദ് 10 മിനിറ്റിന് ശേഷം അദ്ദേഹം പെട്രോൾ പമ്പിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചതായിരുന്നു. അവിടെ അദ്ദേഹം കണ്ടു വഴിയിൽ ആളുകൾ കൂടി നിൽക്കുന്നു. അവിടെ അദ്ദേഹം നിന്നു. അപ്പോൾ കണ്ടു അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് ആണ്. ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചു. എന്നാൽ ആംബുലൻസ് വരുന്നതിന് മുമ്പ് തന്നെ ഷഹീദിന്റെ മരണം സംഭവിച്ചു. ആദ്യം ഇദ്ദേഹത്തിന്റെ മരുമകൻ വിചാരിച്ചത് റോട്ടിൽ ആരുടെയോ ആക്സിഡന്റ് ആയി എന്നാണ്. എന്നാൽ പിന്നീട് ഒരു അഹമ്മദി ഡോക്ടർ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ചെവിയിൽ വെടിയുണ്ടേറ്റിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്തി. അവസാനം പോലീസ് പറഞ്ഞു ഇത് ഒരു ടാർഗറ്റ് കില്ലിംഗ് ആണ്. അഹമ്മദി ആയത് കാരണം അദ്ദേഹത്തെ ഷഹീദാക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പോലീസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് പിന്നീട് പോയി വെടിയുണ്ടയും മറ്റും കണ്ടെത്തുകയുണ്ടായി. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മുക്കറം മുഹമ്മദ് അബ്ദുള്ള സാഹിബ് മുഖേനയാണ് ഉണ്ടായത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് പാകിസ്ഥാന് മുമ്പ് ഉണ്ടാകുന്നതിന് മുമ്പാണ് ബൈഅത്ത് ചെയ്തത്. 1947 അദ്ദേഹത്തിന്റെ കുടുംബം കാദിയാനിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് മിയാംവാലി പാകിസ്ഥാനിൽ വന്നു. 1955 ബക്കലിൽ അദ്ദേഹം ജനിച്ചു. അവിടെ തന്റെ ഗ്രാമത്തിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി. അതിനുശേഷം ചീനിയോട്ട് റബു അഹമ്മദ് നഗറിൽ നിന്ന് വിദ്യാഭ്യാസം കരസ്ഥമാക്കി. പിന്നീട് തർബേല ഡാമിൽ കുറച്ചു കാലം ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം ദുബൈയിൽ പോയി.
അവിടെ നിന്ന് തിരിച്ചു വന്ന് കറാച്ചിയിൽ താമസം ഉറപ്പിച്ചു. അവിടെ കച്ചവടം നടത്തി. 1985 കറാച്ചിയിലെ മോശം അവസ്ഥ കാരണം ഖാൻപൂരിലേക്ക് മാറി താമസിച്ചു. അവിടെ പെട്രോൾ പമ്പ് ഉണ്ടാക്കി. ഷഹീദ് മർഹൂം മൂസിയായിരുന്നു. ഷഹാദത്ത് സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 62 വയസ്സായിരുന്നു. വിവിധ ഭാരവാഹിത്വത്തിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 3 വർഷത്തോളം സദർ ജമാഅത്തും ഒരു നീണ്ടകാലം ഉമൂറാമ സെക്രട്ടറിയുമായിരുന്നു. ഒരുപാട് ശ്രേഷ്ഠതയുള്ള ആളായിരുന്നു. വളരെ മുഖ്ലിസായ പുഞ്ചിരിക്കുന്ന മുഖമുള്ള മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുമായിരുന്നു. ജമാഅത്തി ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചത് വളരെ അധ്വാനത്തോടും താല്പര്യത്തോടും കൂടി ചെയ്യുമായിരുന്നു. ഖാൻപൂർ പള്ളിയുടെ അഹമ്മദിയ ജമാഅത്തിന്റെ പള്ളിയുടെ മേൽനോട്ടവും മറ്റു കാര്യങ്ങളും അദ്ദേഹം ഒരുപാട് ജോലി ചെയ്യുമായിരുന്നു. അതിന് വളരെ വൃത്തിയോടുകൂടി വെക്കുക, ഇതിന്റെ ലോൺ ശ്രദ്ധിക്കുക, വൃത്തി നോക്കുക, ചെടികൾ നടുക, ഇതെല്ലാം തന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്തു. ഇദ്ദേഹം ചന്ത നൽകുന്നതിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. കുടുംബത്തിന്റെ ചന്ത നൽകുന്നതിലും കൃത്യനിഷ്ഠത ഉള്ള ആളായിരുന്നു. ഇടപാടുകളിൽ എപ്പോഴും ശുദ്ധത ഉള്ള ആളായിരുന്നു. നമസ്കാരത്തിലും കൃത്യനിഷ്ഠത എപ്പോഴും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖിലാഫത്തുമായി നല്ല ബന്ധമായിരുന്നു. തന്റെ മക്കളെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ട്. അള്ളാഹു ഷഹീദിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇതിന്റെ തലമുറകൾക്കും അഹമ്മദിയത്തുമായി എപ്പോഴും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ പ്രൊഫസർ താഹിറ മലിക് സാഹിബയുടേതാണ്. ഒരു മലിക് മുഹമ്മദ് അബ്ദുള്ള സാഹിബിന്റെ മകളായിരുന്നു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. ഇവരെയും ഏപ്രിൽ 17 ഇവരുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ജോലിക്കാരൻ തന്നെ കത്തികൊണ്ട് ആക്രമിച്ച് ഷഹീദാക്കുകയുണ്ടായി. എന്നാൽ ഇത് മോഷണം നടത്താൻ വേണ്ടി വന്നതായിരുന്നു. കണ്ടു എന്ന് കണ്ടപ്പോൾ ഇയാൾ ആക്രമിച്ചു. എന്നാൽ പാകിസ്ഥാനിൽ അഹമ്മദി ആവുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ആക്രമിക്കാനുള്ള ലൈസൻസ് നൽകുകയാണ്. നിങ്ങൾ ഇവരെ ആക്രമിച്ചു, ഇവർക്ക് ഒരു നടപടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ആ ജോലിക്കാരനും ഈ ധൈര്യം ഉണ്ടായത്. അയാൾ കണ്ടു ഞാൻ പിടിക്കപ്പെട്ടു എന്ന്. ഇവരെ ഒറ്റക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കത്തി കൊണ്ട് ആക്രമിച്ച് ഇവരെ ഷഹീദാക്കുകയുണ്ടായി. ഇവരുടെ ഭർത്താവിന്റെ കുടുംബവും ജമാഅത്തിൽ നിന്ന് ദൂരപ്പെട്ടിരുന്നു. അന്ന് മുതൽ ഇവര് അവരുടെ ഭർത്താവിൽ നിന്ന് മാറി നിന്നു ഒറ്റക്കാണ് ജീവിച്ചിരുന്നത്. വളരെ കഴിവുള്ള ആളായിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയർ ആയിട്ടും ഇവരുടെ കഴിവ് കാരണം യൂണിവേഴ്സിറ്റി റീ എംപ്ലോയ് വെച്ചതായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഇവരുടെ പിതാമൻ ഹസ്രത്ത് മൗലവി ഹസൻ മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു സഹാബി ഹസ്രത്ത് മസീഹ് ഇസ്ലാം മുഖേനയാണ് വന്നത്. ഇവരുടെ പിതാവ് മലിക് അബ്ദുല്ല സാഹിബി വാഖ്ഫെ സിന്ദഗി ആയിരുന്നു. ഒരു ദീർഘകാലം വിവിധ ഓഫീസുകളിൽ വർക്ക് ചെയ്തു. തലീമുൽ ഇസ്ലാം കോളേജിലും ദീനിയാത്ത് പഠിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. പാകിസ്ഥാൻ സ്ഥാപിക്കുന്ന സമയത്ത് സുരക്ഷാ വകുപ്പിലും ജോലി ചെയ്തു. ഇവരുടെ പിതാവ് 1953 അസീറാനാകുകയും ചെയ്തു. വളരെ കഴിവുള്ള വനിതയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം റബോയിൽ നിന്ന് കരസ്ഥമാക്കി. പിന്നീട് ലാഹോർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc ചെയ്തു. പിന്നീട് പഞ്ചാബ് സറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc എടുത്തു. പിന്നീട് കാലിഫോർണിയയിൽ നിന്ന് ബോട്ടണിയിൽ MPhil ചെയ്തു. ബോട്ടണി ഓർ പ്ലാന്റ് സയൻസിൽ MPhil ചെയ്തു. അള്ളാഹു മർഹൂമയോടും മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. കാരുണ്യത്തോടു കൂടി പെരുമാറുമാറാകട്ടെ. ഇവരുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ ഒരു ദുഃഖം എപ്പോഴും ഉണ്ടായിരുന്ന മകളും പിതാവിനോടൊപ്പം ജമാഅത്തിൽ നിന്ന് ദൂരപ്പെട്ടിരുന്നു. അള്ളാഹു ഇവർക്ക് ജമാഅത്തിൽ ചേരുന്നതിന് വേണ്ട തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ ദുആകൾ അവർക്ക് വേണ്ടി സ്വീകരിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل
ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر